ലോക ഫുട്ബോളിന്റെ മഹാമാമാങ്കമായ 2026 ഫിഫ ലോകകപ്പിൽ ഇന്നലെ എല്ലാവരുടെയും കണ്ണ് ഒരു മനുഷ്യനിലേക്കായിരുന്നു. ആ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ. തന്റെ കരിയറിലെ 6ാമത്തെ ലോകകപ്പിനായി കളത്തിലിറങ്ങിയ 41-കാരൻ തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ലോകകപ്പ് കിരീടത്തിനായുള്ള യാത്ര ആരംഭിച്ചു. എന്നാൽ ആ യാത്രയുടെ ആദ്യ അധ്യായം പോർച്ചുഗൽ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടന്ന ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺഗോ. ലോകകപ്പിലേക്ക് 52 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ കോൺഗോയെ പലരും അണ്ടർഗ്രേറ്റഡായി കണ്ടുവെങ്കിലും അവർ ലോകത്തിന് മുന്നിൽ ഒരു ശക്തമായ സന്ദേശമാണ് നൽകിയത്. മത്സരം ആരംഭിച്ച് വെറും 6 മിനിറ്റുകൾക്കകം ജോവി നൈവസ് നേടിയ ഗോളിലൂടെ പോർച്ചുഗൽ ലീഡ് സ്വന്തമാക്കി. പൈഡോനിച്ചയുടെ കൃത്യമായ പാസിൽ നിന്നെത്തിയ ആ ഗോൾ പോർച്ചുഗലിന് ഒരു സ്വപ്ന തുടക്കമായിരുന്നു. സ്റ്റേഡിയം മുഴുവൻ പോർച്ചുഗീസ് ആരാധകരുടെ ആവേശം നിറഞ്ഞു. റൊണാൾഡോയുടെ മുഖത്തും വിജയത്തിന്റെ പ്രതീക്ഷ വ്യക്തമായിരുന്നു. എന്നാൽ കോൺഗോ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ഓരോ നിമിഷവും അവർ പോരാടി. ഒടുവിൽ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ യോനെ വിസയുടെ കാലിൽ നിന്ന് ചരിത്രം പിറന്നു. ലോകകപ്പിൽ ഡിയർ കോൺഗോയുടെ ആദ്യ ഗോൾ. ആ നിമിഷം കോൺഗോ ആരാധകർക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. സ്കോർ 1-1. രണ്ടാം പകുതിയിൽ പോർച്ചുഗീസ് വിജയ ഗോളിനായി നിരന്തരം ശ്രമിച്ചു. റൊണാൾഡോയും സംഘവും നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും കോൺഗോയുടെ പ്രതിരോധ ഭിത്തി തകർക്കാൻ അവർക്കായില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ ബോർഡ് പറഞ്ഞത് ഒരു കഥ മാത്രമായിരുന്നു: പോർച്ചുഗൽ 1, കോൺഗോ 1. ഈ മത്സരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത റൊണാൾഡോയുടെ ചരിത്ര നേട്ടമാണ്. പുരുഷ ഫുട്ബോൾ ചരിത്രത്തിൽ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ താരമായി അദ്ദേഹം മാറി. യൂറോ കിരീടവും നേഷൻസ് ലീഗ് വിജയങ്ങളും സ്വന്തമാക്കിയ ഇതിഹാസ താരത്തിന് ലോകകപ്പ് മാത്രമാണ് ഇനി നേടാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വികാരഭരിതമായ ദൗത്യമായി മാറിയിരിക്കുകയാണ്. മറുവശത്ത് 1974 ശേഷം ആദ്യമായി ലോകകപ്പിൽ എത്തിയ ഡിയർ കോൺഗോ ലോകത്തിന് മുന്നിൽ തങ്ങൾ വെറും പങ്കാളികൾ മാത്രമല്ലെന്നും ഏത് വൻപൻ ടീമിനെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തരാണെന്നും തെളിയിച്ചു. അവരുടെ ആദ്യ ലോകകപ്പ് ഗോൾ, ആദ്യ പോയിന്റ് ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ ഇടം നേടിയിരിക്കുകയാണ്. ഗ്രൂപ്പ് കെയിൽ ഇനി പോരാട്ടം കൂടുതൽ കടുപ്പമാകും. കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും കാത്തിരിക്കുമ്പോൾ പോർച്ചുഗലിന് ഇനി പിഴവുകൾക്കിടമില്ല. അതേസമയം ആത്മവിശ്വാസം നിറഞ്ഞ കോൺഗോ കൂടുതൽ അട്ടിമറികൾ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. റൊണാൾഡോയുടെ അവസാന ലോകകപ്പ് സ്വപ്നം സഫലമാകുമോ, അതോ കോൺഗോ പോലുള്ള അണ്ടർഗ്രേറ്റഡ് ഗ്രൂപ്പുകൾ ലോകത്തെ ഞെട്ടിക്കുമോ? ഉത്തരം കിട്ടാൻ എന്തായാലും ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്.